അപ്പോൾ യാത്രാപ്രേമികളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ പേരാട്ടോ യാത്രാപ്രേമികൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കാണിച്ചു കേട്ടോ. ആ ക്ലിപ്പ് എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ 2-3 വ്ളോഗിലൊക്കെ ആനൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ കുറേ ആൾക്കാർക്ക് സംഭവം ശരിയാണ്. നമ്മൾ കുറച്ച് കയ്യിൽ നമ്മളതായ ചേരുവകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് തള്ളുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ആനുണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് ആന വന്ന സീനിൻ്റെ ഒരു ക്ലിപ്പ് ഇതിലുണ്ട്. അപ്പോൾ അത് ഞാൻ അതിനും കൂടെ കണക്ട് ചെയ്ത് കാണിച്ചു കേട്ടോ. രാവിലെ സുബൈക്കോട് പോകുന്നു ആനങ്ങട്ട്. പിന്നെ അവരെല്ലാവരും അവിടെ കഴിഞ്ഞൊരു 6 മണി 6:30 ആന തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിലുണ്ട്. അത് ഞാൻ അതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ ഇതിനെ ബാക്കി കണ്ടാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ ഈ വരുന്നതാണ് ഞങ്ങൾ ആന കേട്ടോ. ഡെയിലി ഒരു പ്രാവശ്യം. ഇതാണ് സ്ഥിരം പരിപാടി കണ്ടോ. ഡെയിലി വരിക. ഇതിന് ഒരു രസം അല്ലേ. ഹൈ 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 പോടുന്ന്. നീ ബൈക്ക് കാണരുത്. പോടുന്ന്. ഇനി എല്ലാരും ഇക്കരക്ക് വരൂ. ഡെയിലി രാവിലെ ഇവിടെ ഇങ്ങനെ വരിക. അതൊരു രസം അല്ലേ മോസേ. പോടുന്ന്. എന്നും വരിക. കാരണമൊന്നുമില്ല. അത് വരും തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകണം. നമ്മൾ ചെക്കന്മാരെല്ലാവരും ഇന്ന് ഒരു ബൈക്ക് റൈഡാണ്. അതാണ് നമ്മൾ യാത്രാപ്രേമികൾ നമ്മൾ ഈ ഒരു വ്ളോഗിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് നമ്മൾ എന്നത്തെ പോലെ നമ്മൾ പ്ലാൻ ചെയ്തത് രാവിലെ ഒരു 7:00 ഇവിടുന്ന് ചായ കുടിച്ച് ഒരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഞാൻ കൃത്യസമയത്ത് ഇവിടെ വീട്ടിലെത്തി, ഹനാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എന്നത്തെ പോലെ ഒരു മാറ്റം ഇല്ലാത്ത പോലെ എല്ലാവരും എന്ത് ചെയ്യാണ് കടന്നുറങ്ങണേ കാണിച്ചു തരാം. വാ, രാവിലെ 8 മണിക്ക് ട്രിപ്പ് പോകണം പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ 8 മണിക്ക് തുടങ്ങാതിരുന്ന ട്രിപ്പാണ്. ട്രിപ്പ് നമ്മൾ ബെഡിൽ അയ്യോ സൽമാനെ 8 മണിക്ക് തുടങ്ങാതിരുന്ന ട്രിപ്പ് ചെയ്തിട്ടത്. അന്നെ പോലത്തെ ഓരോരുത്തരും ട്രിപ്പിൽ ഉണ്ടായപ്പോൾ തന്നെ ഉറപ്പിച്ചാണ് ഇത് 8 മണിക്ക് പോയല്ലോ. ഇപ്പൊ സമയം എത്ര അറിയോ? ഇപ്പൊ സമയം 10:15. കേൾക്കാ 8 മണിക്ക് തുടങ്ങാൻ ട്രിപ്പാണ് കേൾക്കാ. എന്താണിത്? നീച്ചി ആര് കാരണം? അപ്പൊ ഇവര് സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടെങ്കിൽ, അതായത് ഇവര് എല്ലാവരും ദിവസം മാക്സിമം നമ്മളെ കൂടി ഇവിടെ പിടിച്ചെടുത്താൽ നോക്കും. അപ്പം ഞാൻ എന്തായിട്ടും എനിക്കറിയാതെ ഉറങ്ങി വരുമ്പോൾ രാവിലെ ഒരു 6 മണിയാവുന്നില്ലത്. അതുവരെ ഉറക്കുണ്ടാവില്ല. പിന്നെ അസറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് നൈസായിട്ട് വീട്ടിലേക്ക് ഒറ്റ പോക്ക്. എന്നിട്ട് രാത്രി ഇന്നലെ നെൽമ്പൂർപട്ടണമൊക്കെ പോയിക്കാണ്ട് ഞാൻ വീട്ടിൽ പോയി. അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം കിട്ടി. ഞാൻ രാവിലെ ഒരു 4 മണിക്ക് നീച്ചിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഇവരും ഇവിടെ കടന്നുറങ്ങാൻ പോത്ത് വരി കടന്നുറങ്ങാം. ഒരു മാറ്റമില്ല. ഇനി അപ്പുറത്തെ റൂമിലുണ്ട് കുറച്ച് ആൾക്കാർ കാണിച്ചു തരാം. അതൊക്കെ പറഞ്ഞ് നീച്ചിക്കാ എടാടാ എല്ലാവരും പെട്ടെന്ന് ഫ്രഷ് ആയിട്ടോ. കാറിന് 11 മണിക്ക് ഇറങ്ങണം. ബൈക്ക് റൈഡാണ് കാറിന് നല്ല പോണത് കേട്ടോ. ശരി, 18-ാം പടി ഇറങ്ങാണ്. 18-ാം പടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നീക്കിട്ടോ 5 മിനിറ്റ് ഞാൻ വീണ്ടും വരും കേട്ടോ. ഇനി ഇതാ ഇവിടെ ഒരാളുണ്ട്. ഇതാ ഇവനൊക്കെ 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചാണ് ഇത് 8 മണിക്ക് പോലും നടക്കൂല. ഫോണുമ്പോൾ റീലും കണ്ടിരിക്കുക. എന്താണ് സൈക്കോ? ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഇതൊരു ട്രാവലർ അല്ലേ, അതിൻ്റെതായ ചില മര്യാദകളൊക്കെ കീപ്പ് ചെയ്യണ്ടേ. ആരെണീക്കൂല. അതാ പറഞ്ഞത് എല്ലാവരും ഇതേമാതിരി ഇങ്ങനെ കരുതി അങ്ങനെ ട്രിപ്പ് നടക്കുക പോലെ. നീച്ചി സമയം 10:15 കേട്ടോ. അപ്പം ഇനി ആ റൂമിൽ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ വെച്ചാൽ ഇങ്ങോട്ട് ഫുള്ള് തൊള്ള വിട്ടതാണ്. 6 മണിക്ക് പോവും 6:30 പോകും എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരല്ലേ. അസറോ എടാ 8 മണിക്ക് പോകണം പറഞ്ഞ ട്രിപ്പല്ല അസറോ. നീച്ചിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ പോത്ത് വരെ കടന്നുറങ്ങാണ്. ഇത് ഇറങ്ങ് ഒക്കത്തിന് അടിച്ച് നീപ്പിച്ച വേമ്പാ. ഇന്ന് യാത്രാ മച്ചാൻസിന്റെ ട്രിപ്പാട്ടെന്ന് വാട്ടോ. കഴിഞ്ഞോ?
ഇനി വേറെ ആളൂടെ കിടക്കട്ട്. എന്നോട് ഇന്നലെ ഫുൾ തൊള്ളേനി. മുത്തേ പോവല്ലേ? 8 മണിക്കല്ലേ ഓടെ പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇതേപോലെ സമാധിയായി കിടക്കുകയാണ്. ഇപ്പൊ സമാധിയാണ് ട്രെൻഡിങ്. അപ്പോൾ അയാളത് പൊളിച്ച അയാളെ കല്ലറിന്ന് എടുത്തുകൊണ്ട് രാവിലെ 6 മണിക്ക് നിങ്ങൾ കടന്നിറങ്ങിയപ്പോഴാണ് അയാൾ എടുത്തു പോണേ. അയാളുണ്ട്, ബോഡി ഇട്ടിക്കണ്, പോസ്റ്റ്മോർട്ടം ചെയ്തോണ്ടിരിക്കണ്. ഇപ്പൊ ബാക്കിയുള്ളൂ. ആകെ ടെൻഷനായോ? അപ്പോൾ അവിടെ നമ്മൾ സമാധിയാക്കി കടത്തിക്കണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നീച്ചോളും. അസറോ എന്തൊക്കെയാണ് തൊള്ള? ഞാൻ ഇന്നലെ പറഞ്ഞേ ഏർക്ക് പോകണം, എല്ലാവരും റെഡി എന്നൊക്കെ പറഞ്ഞപ്പോ നീച്ചിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയൊക്കെ കടന്നുറങ്ങാണ്. ഇവിടെ ഓക്കെ സമയം 10:20. നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? സത്യം പറയണോ? 2:30 നിങ്ങൾ ഉറങ്ങിയില്ല, കാരണം സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിൽ. 2:30 ഉറങ്ങി, പിന്നെ ഞങ്ങൾ നീച്ച് എപ്പോഴാണ് നീച്ചത്? പിന്നെ 2:30 ഉറങ്ങിയിട്ട് 3 മണിക്ക് നീച്ചു. എന്നിട്ട് പിന്നെ ചാടിക്കാൻ പറ്റി. പിന്നെ എപ്പോഴും ഉറങ്ങി? അതെനിക്ക് കേട്ടിട്ടുണ്ട്. 5 മണി നിങ്ങൾ ഉറങ്ങിയില്ലല്ലോ, കാരണം 5 മണിക്ക് താഴത്ത് ഇപ്പച്ചൊക്കെ നിസ്കരിച്ചാൽ വെച്ചപ്പോൾ നിങ്ങളെ സൗണ്ട് ഇട്ടിട്ട് ഇപ്പച്ചി പിന്നോട് താഴത്തെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാരോട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓല സൗണ്ട് കേൾക്കാറ്. അപ്പൊ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ചുരുക്കി പറഞ്ഞാല്. ഇല്ല, അതുകൊണ്ട് കുറച്ചുകൂടെ ഉറങ്ങണം. ഇനി നമ്മൾ യാത്ര മച്ചാൻസാണ്. യാത്രാ പ്രേമികളുടെ ഒരു ബൈക്ക് യാത്ര. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയുമ്പോ നമുക്കൊരു 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉച്ചക്ക് 1 മണിക്ക്. എന്നാ എനിക്ക് ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്താ പോരോ? പോരാ, നിക്കണം ഞങ്ങളെ മുന്നിൽ. ഞാൻ എന്റെ പണിക്ക് ഒഴിവാക്കിയാണ്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിങ്ങൾ ഉറങ്ങണൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും ഞങ്ങളുടെ കൂടെ. കാരണം പോവല്ലേ. അല്ല, പ്ലാൻ എങ്ങനെയൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിക്കണോ? ഏത് തായ്ലൻഡോ? അല്ല, ഇത് ചേഞ്ച് വരുത്തി. അനക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക് ബുള്ളറ്റ് ആണ്. ഞാൻ സുനിയാവും. സുനി ഞങ്ങൾക്ക് മറ്റേ സ്ക്രാംബ്ലർ ഞാൻ എടുത്തോണ്ട് എന്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. ഓക്കെ, പിന്നെ ജാക്കറ്റ് മസ്റ്റ് ആണ് ബൈക്ക് എടുക്കണമെങ്കിൽ. ഓക്കെ ഓക്കെ, ജാക്കറ്റ് ഉണ്ടോ? ജാക്കറ്റ് ഉണ്ട്. ഞാൻ മാക്രോൺ. ഓ സെറ്റ് അല്ലേ? എനിക്കൊന്നുമില്ല. എനിക്ക് നമ്മൾ ഒപ്പിച്ചു തരും മൊത്തം. ഇത് വെയിറ്റ് ആക്ക്, അതിലുണ്ടാവും ഇഷ്ടം പോലെ ആക്കിയിട്ട് അതിന് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത്. സുനി കടന്നുറങ്ങാണ്. സുനി പോലെ ഉറക്കം. എടാ നീച്ചടാ, എന്താ നിങ്ങളിങ്ങനെ? അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്ത ട്രിപ്പ് ചെയ്യാൻ പിന്നോട് പറഞ്ഞു കേട്ടോ. എനിക്ക് തിരക്കടിക്ക് ചൊറ്റക്കോട് പോയിക്കോളെ, ഞങ്ങൾ വന്നോളാം. ഇപ്പെല്ലാം കൂട്ടൊക്കെ ബൈക്ക് റൈഡ് പോകുന്നത് നമ്മള് പറഞ്ഞാൽ മതി. ഇപ്പത് പണ്ടത്തെ മോട്ടോ വോക്കാണ് ഈ കടന്നുറങ്ങണത്. ഫസ്റ്റ് പേര് ഹിമാലയത്തുമലും മറ്റേ ബൈക്കുമലൊക്കെ പോണ ഫുൾ വീഡിയോസ്, പാട്ടൊന്നുമില്ല. സ്റ്റാറ്റസ് ഒക്കെ കണ്ടിനി ഫുള്ള് മറ്റേ അരണമല, അട്ടമല, മറ്റേ കൊരണമലൊക്കെ കേറുന്ന വീഡിയോസ് കേറി ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പൊ കേറുന്ന ആൾക്കാര് പറയുന്നത് അനാ പോലട്ടോ അങ്ങനെയൊന്നും. അങ്ങനെ പറയും. എന്താ വെച്ചാല് അനാ പണ്ട് ഈ മല എടുത്തത് ഞങ്ങള് ഞാൻ പറഞ്ഞ 2018 18 ലാസ്റ്റാണ് ഹിമാലയ എടുക്കുന്നത്. എന്നോട് പറയാ, അന്ന് ഹിമാലയന്റെ ക്ലബ്ബൊക്കെ ഉണ്ടാവില്ല സറോ, റൈഡേഴ്സിന്റെ, അതിലടിച്ച് ചേരും. എന്നിട്ട് അതിൽ പോകാത്ത ട്രിപ്പ് ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഫുൾ ട്രിപ്പ് ഊട്ടി, മൂന്നാറ്. എന്നിട്ടേ ബോസിന്റെ ഊട്ടി എനിക്ക് മനസ്സിലായെന്നറിയോ, ഞങ്ങളൊരു ദിവസം ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പാടെ മൂന്നാർക്ക് ട്രിപ്പ് പോയി. ആ ട്രിപ്പ് തിരിച്ചു പോരുന്ന പോരലിന് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറിയാണ്ട് അതിലുണ്ട് ഹിമാലയ റൈഡേഴ്സ് വേറെ റൈഡ് പോണ്. അതിൽ ജോയിൻ ചെയ്തിട്ട് അതിന്റെ ക്ഷീണം മാറാതെ അതിലും കയറി പിന്നും പോയി. ഓൾ ഇന്ത്യ ഒക്കെ പ്ലാൻ ചെയ്തിനി പണ്ട്. ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടോ? പിന്നെ പ്രത്യേകം എന്താ വെച്ചാല് ഇവരെല്ലായിടത്തും പോയി കടന്നുറങ്ങണം. ഇപ്പൊ കസാഖിസ്ഥാൻ പോയത് ആ ട്രിപ്പ് ഉണ്ടായ കുട്ടികള് ഓലായതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തില്ല, ഉറങ്ങാൻ അയച്ചിട്ടില്ല. അങ്ങനെയാണ് ഇപ്പം എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതായത് ഇവന് ഇപ്പോൾ ജോർജിയയിൽ പോയ സമയത്തൊക്കെ അസുഖം അറിയണേക്കാം കടന്നുറങ്ങി തീർക്കും പറഞ്ഞു. ട്രിപ്പ് നടക്കാൻ വിളിച്ചാലും പോവില്ല. ഒരു ദിവസം എന്നിട്ട് പറ്റിച്ചുകൊണ്ട് കൊണ്ടേക്കാണ് പറഞ്ഞു എങ്ങോട്ടോ കാണാൻ പോകാൻ. പക്ഷെ ഈ കൊണ്ടുപോയ ടീം കറക്റ്റ് ഒരു ഫുള്ള് പ്ലാൻ ചെയ്തിരിക്കണേ. എന്നിട്ട് ഓല ഉറങ്ങാനയക്കാതെ വലിച്ച് നീപ്പിച്ച് ടൈം ആകുമ്പോൾ കൊണ്ടുപോയി. അതിൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിന് കേട്ടോ. ആ 4 ദിവസം ഫുള്ള് ഓണായി കണ്ടില്ലേ. ഞാൻ വനതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓല് ചെയ്യേണ്ട പണി കൃത്യമായിട്ട് എടുത്ത്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വന്ന് പോണ്ടി വന്ന്. എന്താ ഞാൻ അവരോട് ചോദിച്ചു, എന്നിട്ട് ഈ ട്രിപ്പിൽ എന്താ ഫുൾ ട്രിപ്പ് പോയി ചെയ്യാം? എന്നും ട്രിപ്പ് രാവിലെ തുടങ്ങും ട്രിപ്പ്,
തലേന്ന് ഞാൻ പറഞ്ഞേ നാളെ എനിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റുകളാണ് 10 മണിക്കൂർ ഇടവിട്ടുണ്ട്. എനിക്ക് ചെരിഞ്ഞാവും. ഞാൻ ഒന്നുകളെ കമ്പനീനെ പറ്റി പറയില്ല. മര്യാദക്ക് നാളെ എനിക്ക് മര്യാദക്ക് ഉറങ്ങാനുള്ള അവസരം തന്നോളി പറഞ്ഞു. അതിന് നാളെ ഏതോ ഒരു ലേക്ക് കാണാൻ എല്ലാം. അതാണ് കസക്കിസ്ഥാന്റെ പ്രത്യേകത എന്താ അറിയോ, ഇപ്പൊ കരോലി പ്ലോട്ട് തേക്ക് മ്യൂസിയം വേറെ വേറെയാണ്. പക്ഷെ രണ്ടോടത്തും മഞ്ഞ് പെയ്താൽ വല്ല വ്യത്യാസം ഉണ്ടോ? ബുഷിമ മഞ്ഞ് തങ്ങിക്കണല്ലേ കാണാൻ പറ്റുള്ളൂ. എല്ലാ വേറെ വേറെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോണത്, പക്ഷെ എല്ലാം ഒരേപോലെ. അപ്പോൾ എന്താ വെച്ചാൽ എന്തൊക്കെയാലും ചെക്കന്മാരെല്ലാം എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ പിന്നെ ട്രാവൽസ് ഒരു അടിപൊളിയായിട്ട് തന്നെ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കണേ. അപ്പോൾ തന്നെ നമ്മൾ ട്രിപ്പിൻ്റെ ഒരു തുടക്കം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ ബാക്കി കഥകളൊക്കെ ആനാൻ്റെ വ്ളോഗിൽ ഇതൊക്കെ ആയിട്ട് വരും കേട്ടോ. അതായത് ഈ ട്രിപ്പിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്, അതൊക്കെ പറയും. ഈ വ്ളോഗിൽ സംഭവങ്ങൾ വരും. എന്തിനാണ് ഈ ബൈക്ക് റൈഡ്, ഈ ബൈക്ക് റൈഡ് എന്തിനാണ് ആക്കിയത് എന്നൊക്കെ നിങ്ങൾ ഇനി അറിയാൻ പോകും. അപ്പോൾ അതിൽ വിവരങ്ങൾ വളരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനോ? അതെന്ത്? അപ്പോൾ അതായത് ഇതിലൊരു സൽക്കർമ്മം കൂടി നമ്മൾ ചെയ്യണ്ടേ. എന്താണ് സൽക്കർമ്മം? നമ്മൾ താമരശ്ശേരി എത്തുമ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് തുടങ്ങും. ഓരോരുത്തർ എന്നിട്ട് ഇങ്ങനെ പോകും മേലേക്ക്. അപ്പം നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് പോണത്. പിന്നെ നല്ല നല്ല റിസോർട്ടുകൾ ഓരോ സഹായിക്കുക, അതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. അതായത് ഒരുപാട് സൽ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നല്ല ഭക്ഷണങ്ങൾ തേടിയുള്ള യാത്ര, അതെ, എക്സ്പ്ലോർ ചെയ്യുക. ഇനി വയനാടൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കി തരാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യട്ടെ ഒന്ന്. അപ്പം നമ്മൾ അവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു തരും. അല്ലാ, ഏത് പണ്ട് തക്കാരത്തിനൊന്നും മതിയാണോ? അവിടെ നിങ്ങളെല്ലാവരും എങ്ങനെ ഫ്രണ്ട്സായി? ഈ സാധനത്തിലുണ്ട് എന്നെ പരിചയപ്പെട്ട. അപ്പോൾ എല്ലാവരും പോയി വ്ളോഗ് കണ്ടോളിട്ടോ ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സായി എന്നൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കുറേ കോമഡി സാധനങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. പരിചയപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ സീൻ കഥകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബൈക്ക് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് നിലമ്പൂര് ഹർത്താലാട്ടോ. അതായത് തുടർച്ചയായ കാട്ടാനാക്രമണത്തിൻ്റെ പേരിൽ നിലമ്പൂരിൽ നിന്ന് ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ അവധിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ആഴ്ച തന്നെ 2 ആളാണ് ആന കൊലപ്പെടുത്തിക്കുന്നത്. ഇന്നലെ ഒരാളെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ജസ്റ്റ് മിസ്സാണ്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ക്ലിപ്പ് കാണിച്ചു തന്നില്ലേ, അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആന വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് പാലത്തിൻ്റെ അടി കൂടെയാണ് ആന വരുന്നത് പോണത്. പിന്നെ നമ്മളെ വീടിൻ്റെ അതിലേക്ക് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ആനശല്യമാണ്. ഇത് അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല, പക്ഷേ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം രാത്രി ആയാലൊക്കെ പുറത്തിറങ്ങാനൊക്കെ വീടും, പിന്നെ രാവിലെയൊക്കെ മദ്രസ പോണ കുട്ടികളൊക്കെ ഉണ്ടാവും. നേരത്തെ എണീറ്റ്, കാരണം ആ ടൈമിലൊക്കെയാണ് ആന ഉള്ളത്. രാവിലെ ഒരു 6:30 വരെ 7 മണി വരെ ഓക്കെ. അപ്പോൾ അതിന് പിന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പടക്കൊക്കെ പൊട്ടിച്ചാണ്ട് അതിനെ കാട്ടിലേക്ക് തന്നെ തിരിച്ചാട്ടി വിടും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിലമ്പൂർ ഹർത്താലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇനി ഒരു 1 മണിയൊക്കെ ആവും മിക്കവാറും ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിനി എല്ലാവരും ഒന്ന് നീപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ട്രിപ്പ് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിയതാ. ജിംഷാദൊക്കെ ഉണ്ട്, അബ്ദുറൊക്കെ ഉണ്ട്, ജിമ്മി സോറി. അപ്പോൾ ജിംഷാക്കം ക്യാമറ വാങ്ങിക്കാൻ പറ്റുന്നത്. അസറോ മാക്രോ എങ്ങനെയാണ്? അസറോ നമ്മൾ രണ്ടാളും മാക്രോ നമ്മളൊരു ബൈക്കുമല ആവണമെന്നില്ല. എനിക്കത് ആഗ്രഹമല്ലേ ഇല്ല. ജൈന് താല്പര്യപ്പെടുന്നില്ല പറഞ്ഞാൽ എനക്കും വണ്ടി ഓട്ടണം, എനിക്കും വണ്ടി ഓട്ടണം. അപ്പൊ ആകെ അടിയാവും. വണ്ടി ഓട്ടാൻ കമ്പല്ലാത്ത ഒരാളോ ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും 2 ബൈക്കുമേലേക്ക്. പക്ഷെ എന്നാലും നമ്മളൊരു 6 ബൈക്കുമേ, നമ്മൾ 6 ബൈക്കുമേലുള്ള റൈഡാണ് നിങ്ങൾ ഇത് കാണുന്നത്. അതായത് അല്ലേ പണ്ട് മുതലേ ഈ ബൈക്ക് റൈഡ് അല്ല നമ്മുടെ 6 ആൾക്കാർ അല്ല 9 ആൾക്കാർ 3 ബൈക്കുമ്പോ ഓരോരുത്തർ ഒറ്റക്ക് പോവാ. അതിന്റെ ബാക്കിൽ സീറ്റ് എടുത്തേക്കാം. എടുത്തേക്കണ സീറ്റില്ലേ, അങ്ങനത്തെ ബൈക്ക് ഉണ്ടാവും. ഫുൾ ഹിമാലയനാ? ഹിമാലയനും. അപ്പൊ സൈക്കോ എറ്റിയോസ് ഓട്ടിയാണ്ട് ബാക്കിൽ വരും. ഞങ്ങളെ ലഗേജ് ഒക്കെ ഇട്ട് ഞങ്ങളാണ് ബൈക്കുമ്പോൾ എന്ത് ചെയ്യണത് പിന്നെ പോണത് അല്ലേ? ബൈക്കുമല്ല ബ്ലാക്ക് ഇടുന്ന പോലാണ് ഇതിമ വരുന്നത് അല്ലേ? അല്ലേ, ബ്ലാക്ക് ഇടുന്നത്. അപ്പോൾ മാർക്കോ കോസ്റ്റ്യൂമിൽ ഇപ്പോൾ ഏതായാലും ഒരുവിധമൊക്കെ എല്ലാവരും ഓണം ഇങ്ങാണ്ട് ഏകദേശം ഇപ്പോൾ 11:45. അപ്പോൾ ഒരു 1 മണിക്ക് ഇറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏത് അല്ല വേറെ ഡയലോഗ് ഉണ്ട് മാർക്കോത്തെ പറയും. ഇതെന്താ ചവിട്ടി? ശത്രുക്കളെ ഞാൻ പെട്ടിയിലാക്കും, ഞാൻ അവരെ കഴുത്തറത്ത് കത്തിക്കും, കത്തിച്ചിട്ട് അതിൻ്റെ ഭസ്മം കൊണ്ട് ഞാൻ പൂവുണ്ടാക്കും.
എല്ലാവരും ആലോചിക്കും അവന്റെ കുടുംബത്തെ മൊത്തം കൊന്നിട്ട് പോകാൻ പിന്നെ ആരും പോയിട്ട് കാര്യമുണ്ടോ ആദ്യം ചൂടെടുത്ത് വിയർത്ത് സത്യം പറഞ്ഞാല് കാണാൻ ഈ ഒരു ലുക്കിനേ ഉള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾ പുറത്ത് കാണാൻ ഇവിടെ നിന്ന് വിയർത്തിട്ടില്ല, പക്ഷെ ഉള്ളു വലിച്ചാണ് കാണാൻ ലുക്കില്ലേ. അപ്പൊ കാണാനും ലുക്കില്ല എന്നാണ് പാസർ പറഞ്ഞിരിക്കണത്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് പ്രകാരം ഞാൻ നല്ല ലുക്ക് ഉണ്ട്. അപ്പോൾ ഉള്ളു വിയർത്ത് വലിച്ച് മുങ്ങുകയാണ്, പുറത്തേക്ക് മാക്രോ ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അപ്പുറത്ത് എന്തായി നമുക്ക് പോയേക്കാം. എടാ ഹലോ മാക്രോ എന്തായി? മാക്രോ ബാത്റൂമിലാട്ടോ. അപ്പോൾ മാക്രോ ഇറങ്ങണുള്ളൂ, വലിയ മാക്രോ ഇറങ്ങണുള്ളൂ. ഇവിടെ കോസ്റ്റ്യൂമൊക്കെ റെഡി ആക്കി വെച്ചാണ് ഇതൊക്കെയാണ്. അപ്പം ഇനി വലിയ മാക്രോ ഇറങ്ങിയിട്ട് ബാക്കി നിഹാൽക്കാ എന്തായി നടക്കുവോ? വേഗം വാ. അപ്പം നിഹാൽക്കോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ റെഡി ഫോൺ എത്തിയേക്കാം. അപ്പോൾ നിലമ്പൂർ പാട്ടിൻ്റെ വ്ളോഗ് ഫുൾ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇനി അത് ഇപ്പോൾ വരില്ല സറോ, അപ്ലോഡിങ്ങിലാണ്. അപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഇനി അതിൻ്റെ ഫുൾ വ്ളോഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും, വെയിറ്റ് ചെയ്യുക. സോറി ഗൈസ്, വ്ളോഗ് ഇപ്പോൾ കയറും. ആ വ്ളോഗ് കയറി കഴിഞ്ഞിട്ട് കാരണം വീഡിയോ വരിക. പക്ഷെ എന്നാലും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അപ്പോൾ പോയി കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്ളോഗ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനടുത്ത് ഇനി എല്ലാവരും മാറ്റി ഒരുങ്ങിയിട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിതാ ഫുൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി അല്ലേ? ലെറ്റ്സ് ഗോ. എവിടേക്കാണ്? വയനാട്. ലെറ്റ്സ് ഗോ വയനാട്. അസറുണ്ട് ഇന്നലെ രാത്രിക്കത് ഇപ്പോഴും അറിയില്ല. നെൽമ്പൂർ പാട്ടിന്റെ പീപ്പ കൂതി ഇറക്കിട്ട്. തായ്ലൻഡ് അല്ലടാ, വയനാട്. നമ്മളെ കൂട്ടാതെ ഒരുപാട് പേര് തായ്ലൻഡ് കൂടി ഇങ്ങളെ കൂട്ടാതല്ല ആളാ, വെറുതെ ശ്രദ്ധിക്കുക ആയിക്കോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലല്ല മരിച്ചതിന്റെ മുമ്പ് ലോകത്തിലെ എല്ലാ രാജ്യത്തും പോകണം എന്നുള്ളത് പോയണാണ്. അല്ലല്ല മരിച്ചതിന്റെ മുമ്പ് അല്ലടോ ലോകത്തിലെ എല്ലാ രാജ്യത്തും പോകുന്നില്ല. അപ്പൊ അതിൽ ഒരു രാജ്യം കവർ ആയിന്നില്ല ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. വാസിലിനോട് പറഞ്ഞു എന്തായാലും ആത്മീയതയുടെ പാതയിൽ ഒരു യാത്ര. അപ്പൊ തായ്ലൻഡിൽ നിന്ന് അത് പെട്ടെന്ന് നമ്മളാ ബുക്ക പറഞ്ഞോണ്ടാണ്. അല്ല തായ്ലൻഡിൽ പള്ളികളൊക്കെ ഉണ്ട്, ഞങ്ങൾ വില്ലേജ് പള്ളിക്ക് പോയി. അല്ല ആ ബുക്ക് നമ്മളോട് ചോദിച്ചു ഇങ്ങനെ ഒരു അവസരം ഉണ്ട് പോകാൻ ചോദിച്ചു എന്നോട്. ആ ബുക്ക് നിങ്ങളെ കൂടെയാണെങ്കിൽ വിത്ത് പ്ലഷർ. തായ്ലൻഡ് അല്ലേ പ്ലഷർ അതല്ലോ ആ ബുക്ക് കാരണം നമുക്ക് അങ്ങനെ കേട്ടോ. കാരണം നമുക്ക് ഞാൻ സത്യം പറഞ്ഞ യാത്ര ഇഷ്ടപ്പെട്ട തന്നെ ആ ബുക്ക് കാരണമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ ബുക്ക് നമുക്ക് തന്നൊരു ഓഫറാണ്. അപ്പോൾ ആ ബുക്കാൻ്റെ ട്രാവൽസിൻ്റെ ഇതിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇനി ആ ബുക്ക് നമ്മളെല്ലാവരും കിട്ടണം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു ട്രിപ്പ് ആ ബുക്ക് നമുക്ക് വരും. ആത്മീയതയുടെ പാതയിൽ സൗദി അറേബ്യ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഓരോ നാടിന്റെ ശൈലികൾക്ക് അനുസരിച്ച് നമ്മൾ പറയാം. തായ്ലൻഡിലാകുമ്പോ തായ്ലാൻഡ് അങ്ങനെ പറയും, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? ജോർജിയയിൽ എങ്ങനെ പറയാ? ജോർജിയയിൽ സക്കർ സ്വലമോ അങ്ങനെയാണ് ജോർജിയയിൽ പറയാം. ജോർജിയക്ക് ബാമുത്തേ ഞാൻ വരും. അപ്പൊ നമ്മൾ ഇറങ്ങാട്ടോ. എല്ലാവരും ഇതാ ഫുൾ പാക്കാക്കി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട്. അഫി ഉണ്ട്, ജിംഷാദൊക്കെ ഉണ്ട്, ഹർഷി ഉണ്ട്, ഹനാനൊക്കെ ഉണ്ട്, അസറുക്കെ ഉണ്ട്, നിഹാൽക്ക് ഉണ്ട്, സൽമാൻക്ക് ഉണ്ട്. ഇന്നെല്ലാ ഇക്കാരും ഉണ്ട്. ഒത്തൊരുമിച്ചൊരു കുടക്കീയിൽ എല്ലാ ഇക്കാരും ഒന്ന് കിട്ടിയിരിക്കണേ. അതിൽ ബച്ചുക്കി ഇല്ല, ഷാനുക്കി ഇല്ല. രണ്ടാളെന്തോ തിരക്കിലാണ്. പക്ഷെ മാക്സിമം നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഓല് നമ്മളെ കൂടെ ജോയിൻ്റ് ആവും. അല്ല അങ്ങനെയല്ല, ജോയിൻ ചെയ്യും. ഈ ദ്വയാർത്ഥം ഭയങ്കര പ്രശ്നം കേട്ടോ. അപ്പോൾ ബോച്ചെന്നല്ല മാപ്പ് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കൂടെ കൂടും. നമ്മൾ ഇറങ്ങാൻ പോകട്ടെ സുഹൃത്തുക്കളെ. എല്ലാവരും ആണല്ലേ? മൂന്നാറല്ല പൊട്ട വയനാട്. പോണ സ്ഥലം വരെ അറിയാതെ ബൈക്ക് റൈഡിൽ ഇറങ്ങിയിട്ട് ജാക്കറ്റൊക്കെ ഇട്ടുണ്ട്. പക്ഷെ റെഡി, എങ്ങോട്ടും റെഡി.
എങ്ങോട്ടോ ഒന്നുമില്ല, എങ്ങോട്ടും റെഡി. അപ്പൊ നമ്മൾ ഇറങ്ങണം. അഫിയ ഓണല്ലേ? ഓണാണ് GT കോണ്ടിനെന്റൽ. നാളത്തെ ലീവ് എന്താ? എന്ത് ചെയ്യോ, എന്ത് ചെയ്യും? അല്ലയ്യ ഇമ്മച്ചി കൈ കഴിഞ്ഞിട്ടുണ്ടോ? പടച്ചോന്റെ കൈയിലാണ് അതൊക്കെ. അപ്പൊ ഇമ്മച്ചി എന്താ പറഞ്ഞ എന്നോട്? കോണ്ടിനെന്റൽ എടുക്കണം. ഇമ്മച്ചി എന്താ പറഞ്ഞത്? ഞാൻ വരൂല പറയൂല. ഇമ്മച്ചി പറഞ്ഞ ഞാൻ പറയില്ല, അനുവിന്റെ അടുത്ത് കൊടുക്കണല്ലോ, അനു കൈകാര്യം ചെയ്യട്ടെ. അപ്പൊ നാളത്തെ ലീവ് പറയേണ്ടതാ ഞാനാട്ടോ ചെക്കൻ്റെ. നാളെ ലീവാണ്. നീ ആൾക്കാ സെറ്റ് അല്ലേ? ഇറങ്ങല്ലേ? കമോൺ. അപ്പൊ സുഹൃത്തുക്കളെ, ഓരോരുത്തരായി ഇതാ ഇറങ്ങി വരുന്നു. നമ്മുടെ യാത്ര ഇതാ ആരംഭിക്കുന്നു. അർഷിക്ക വരൂ. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. നമ്മളെ യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവാണ്. സിറ്റ് ഔട്ട് കയറ്റി വണ്ടി പാർക്ക് ചെയ്ത് കിട്ടോ സാറു? അർഷിയെ ഇതോ പിടിച്ചാ. അപ്പൊ നമ്മള് വ്ളോഗ് കാണുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ഐറ്റംസ് കാണിക്കാൻ പോവാണ്. ചെറിയ ഒരു പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. നമ്മുടെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ എല്ലാവർക്കും വേണ്ടിയതാ ഒരു പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്കി കറക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണാപ്പി റൈഡർ വരുന്നുണ്ട്. പിന്നെ ചെറുപ്പം മുതൽ ആഗ്രഹമാണല്ലോ, നോക്കുമ്പോ ഇങ്ങനെ മുതലാളിന്റെ നെഞ്ചിടിക്കുന്നുണ്ട്. റൈഡർ ഒരു ട്രിപ്പ് പോളിന് മുമ്പിലെ കാട്ടിക്കൂട്ടില്ല നടപ്പി കാണണൊക്കെ. മതി മതി ബാബാ. ആദ്യമായിട്ട് ബൈക്ക് റൈഡൊക്കെ പോടേ. അത് കാണിച്ചതാണ് എന്താ സംഭവം? ഗോപൻസ്വാമിന്റെ വാർത്തയുടെ അതില് ഗോപൻ സ്വാമി തന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയതില് ആരോ വന്നിക്കണേ. ഗോപൻ സ്വാമി അസ്സലാമു അലൈക്കും സെൽവാ, എല്ലാത്തിനും സമാധിയാക്കും, ഒറ്റ നീറ്റ് നടക്കുന്നതാണ്. അപ്പൊ അതിന് ഗോപൻ സ്വാമിന്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്. ഓരോരുത്തരും ചിന്ത പോണ പോക്കെ. നിങ്ങൾക്കാ സെറ്റല്ലേ? നിങ്ങൾക്ക് ഒരു കസാക്കിസ്ഥാൻ ഓർമ്മകളിൽ നിന്ന് ഇപ്പോഴും കൂടെ എത്തില്ലോ എന്ന് ഞാനെ. അവിടുന്ന് ഇപ്പോഴും കൂടെ നാട്ടിൽ എത്തി പോന്നിക്കണത് അല്ലേ? അങ്ങനെ ഒരു ടോക്ക് അല്ല. ഓനിപ്പോ ആ ട്രിപ്പിൽ പോന്നേനല്ലോ, പിന്നെ ഓനങ്ങനെ പറയണെങ്കി ഓർമ്മകൾ മാക്രോ അസറൊക്കെ രാവിലെ ഉറങ്ങിക്കണ 6 മണിക്കാണ്. എന്നിട്ട് 8 മണിക്ക് നീച്ചും ചെയ്താണ്ട് ഈ ജാതി കോസ്റ്റ്യൂം ഇട്ട് നടക്കണത് ഇവിടെ. എന്താണ് 100 കിലോമീറ്ററിന് താഴെ പോലാവ്. മോട്ടോബൈക്കിന്റെ ഹെൽമെറ്റ് ആട്ടെ. അതപ്പോ ഞാൻ ആലോചിച്ചു കാറിൽ പോയാലോ എല്ലാരും അവിടെ. അസറോ 2 കാറില്ലേ? ഇരിക്കാം. പിന്നെ മുത്തേ അനുവിനെ വിളിച്ചേ. ആ എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് അയച്ചു. അപ്പൊ നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്യാട്ടോ.
വണ്ടി തന്നല്ല, വണ്ടിയൊക്കെ നമ്മളിപ്പോൾ മാറ്റും. ഇത് താൽക്കാലിക വണ്ടിയാണ്. വരി ഐസ്. പണ്ടത്തെ ഓർമ്മകളായി ഇറക്കാൻ എല്ലാവരും ഐസും വണ്ടിന്റെ സൗണ്ട് കേട്ടപ്പോൾ വിളിച്ച്. റൈഡർ കണ്ട പീസ് റെഡി. എല്ലാരും ബ്ലാക്ക് ഒക്കെ ഇട്ട് അതിർപ്പത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലൊരു കാക്കതാക്കണ കൗത്തുളിക്കായിരുന്നു. നേരത്തെ ബെഡിക്ക ചാട്ടത്തില് പെരടിക്ക് ഒരു സീൻ കിട്ടിക്കണേ. നമ്മളിന്ന് വയനാട് നിന്ന് ഒഴിയും. അത് ഉഴിയൽ കേന്ദ്രത്തിൽ പോയി നമ്മൾ ഒഴിയും. ഐസ് വന്നോ? കാക്കാ ഇത് നല്ല വെള്ളം കൊണ്ട് ഉണ്ടാക്കണ ഐസല്ലേ? പണ്ടൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ കുറെ പറ്റിച്ചിക്കണേ. ആകാത്ത വേറെ ഏതൊക്കെയല്ലേ? വേറെ മാംഗോ, പൈനാപ്പിൾ, ചോക്ലേറ്റ്, സ്ട്രോബെറിൻ്റെ കേക്ക്. സെറ്റാണോ? നീ ആരേതെടുത്ത്? സേമിയ പാലസ്. സേമിയ അഫിക്കേതാ? മാംഗോ, പൈനാപ്പിൾ, ചോക്ലേറ്റ്, സേമിയ പാലസ്. ഒരു ചോക്ലേറ്റ് സേമിയ ഉണ്ടോ? ഇത് ലൈറ്റ് ആയിട്ട് എടുക്കണം. ഒന്നായിട്ട് എടുത്താൽ അത് കത്തിക്കറിയില്ല. എല്ലാ ശ്വാസവും ഇതുപോലെ എക്സൈറ്റഡ് ആണോ നീ? അസുറിച്ച പാട്ടും പാടിക്കാം മാർക്കോത്തെ പാടും. നാരി നാരി കൊടുനാരി നീരാങ്കടലിന്റെ രക്ഷാതി വീരച്ചടലി മുഴുതാടാം രക്ഷത്തിരി മകം മാർക്കോ. അപ്പൊ നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ആത്മീയതയുടെ പാതയിൽ മോക്ഷം തേടിയുള്ള ഈ ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബറാക്ക് റോയൽ എൻഫീൽഡും സോസ്റ്റൽ റിസോർട്ട്സുമാണ്. അപ്പം നമുക്ക് റിസോർട്ടിൻ്റെ വീഡിയോസും നമുക്ക് തരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ബ്ലോഗിൽ നമുക്ക് കാണാം. അപ്പോൾ അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ നമ്മളിനി ട്രിപ്പിലെ ഓരോ വിശേഷങ്ങൾ നമുക്ക് ബ്ലോഗിലൂടെ കാണാം. പെരടി വിളിക്കണ്. ഇതാ ഹെൽമെറ്റ് ഒക്കെ ഫുള്ള് മേത്ത് ഘടിപ്പിച്ച്. ഇതൊരു സ്ഥലമല്ല, 6 ആളാണ് കണ്ടോ. പോവാ. അപ്പൊ നമ്മള് യാത്ര ആരംഭിക്കാം കേട്ടോ. അഡ്ജസ്റ്റ് ആക്കി ഇരിക്ക. കേറ്. ഫുൾ ലഗേജ് അയാ കേറാണ്. അഫിനെ വണ്ടിയിലിരുത്താ. അഫിയെ. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മളെ വണ്ടികള്. 1 2 3 4 5 6 വണ്ടികൾ കേട്ടോ. അർജി സാർ സെറ്റല്ലേ? ടോപ്പ് റൈഡേഴ്സ് ഒക്കെ ഇങ്ങോട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അസീറെടുത്തു പോയി വാ. വർഷി നമ്മളൊരാളെടുക്കാൻ പോവാട്ടോ. ആ പോട്. അഫി ഓണല്ലേ? ഓണാണ്. ഇത് വണ്ടി നോട്ടാൻ പറ്റില്ല. അയ്യോ, അതിനെടുക്കണ്ടാറേ. നമുക്ക് വണ്ടി വന്നിരിക്കണത് നമ്മളെ നിലമ്പൂർ റോയൽ എൻഫീൽഡ്. ഫ്രണ്ട്സ് സെറ്റപ്പിൽ ജാക്കറ്റൊക്കെ തപ്പി ഇറക്കിയാട്ടോ.
കാറിൽ പോണവർക്കെതിരെ ജാക്കറ്റ്. റൈഡേഴ്സ് ഓഫ് കുറ്റപ്പാറ. തിരുപ്പത്തില് വണ്ടിയുടെ എടാ IPL-ലൊക്കെ ഇത് ഇവിടുന്നല്ലേ പറയാ അങ്ങനത്തെ ബോർഡിന് മുന്നിൽ റിവ്യൂ പറ്റി. അസുറ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാച്ച്? ഇന്നത്തെ മാച്ചൊക്കെ സൂപ്പർ കിടു. എങ്ങനെയുണ്ട് ഈ കളിനെ കുറിച്ച് എല്ലാവർക്കാ എക്സൈറ്റഡ് ആണോ? 6 ബൈക്ക് 6 റൈഡേഴ്സ് പറക്കും. ബാക്കി കാർ റൈഡേഴ്സ് ഞങ്ങൾ പൊളിക്കും. അല്ല ഞാൻ ബൈക്കുമേ. ബാക്കി ദൂരത്തെ കാണിച്ചു കൊടുത്ത് റൈഡർ സുരേഷ്. സേഫ്റ്റി ഓക്കെ. മെല്ലെ പോയാൽ മതി, സേഫാണ്. മെല്ലെ പോയാൽ സേഫാണ്. എന്നാലും കുറേയൊക്കെ സേഫ്റ്റി നമ്മൾ നോക്കണം ഇപ്പോൾ. ഇതൊക്കെയാ എനിക്ക് കറക്റ്റ് ജാക്കറ്റ് എനിക്ക് വേണിച്ചെടുത്താണ്. ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ കേട്ടോ. കുറച്ച് ഡേഞ്ചറാണ്, ഡേഞ്ചർ ബോയ് ആണ് റൈഡിങ്ങിൽ വരുമ്പോൾ. മൈക്ക് ഇത് നമ്മളെ നിലമ്പൂർ ബാറക്ക് റോയൽ എൻഫീൽഡ് ആട്ടോ. അപ്പോൾ ഇതേമാതിരി വണ്ടീൻ്റെ ഒരു അസ്ഥികൂടങ്ങളൊക്കെ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കണ്. ജാക്കറ്റുകൾ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ജാക്കറ്റ് എടുത്തിട്ടുണ്ട് അക്കന്മാർ അല്ലേ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്വപ്ന വണ്ടികൾ ഇനി റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളൊക്കെ അന്ന് ആ ക്ലാസിക്കൊക്കെ ഇറങ്ങിയ സമയത്ത് തോന്നുന്നു കിട്ടിയാൽ മതി ഇനി. അപ്പോൾ നമ്മളിവിടെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാക്കി നമ്മളവിടെ എത്തിയിട്ട് കാണിച്ചു തരും. റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാഫൊക്കെ ഇതെന്താ സംഭവം കരുതി നോക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനാണ് എൻ്റെ ആ ഒരു പഴമയോടെ ഞാൻ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ പോണത്. ഇന്നത്തെ പ്രത്യേകത എല്ലാവരും ബ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്ലോഗിലും ചിലപ്പോൾ പല പല കണ്ടന്റുകളായിരിക്കും വരാൻ പോകുന്നത്. പല ആംഗിളിൽ നിന്ന് വ്യത്യസ്ത ആക്കുന്നത്. ചീത്ത കിട്ടോ. ഇത് കുട്ടികളെല്ലാം ഇനി ആലോ തുടങ്ങി. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരെ നമ്മൾക്ക് മെയിനായിട്ട് തോപ്പിക്കണം. അതാണ് മെയിൻ സംഭവം. അഫീഫ എന്താ പറയുള്ളത്? ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഞാൻ കാറിനെല്ലാം വീക്ഷിക്കുന്നതാണ്. ലൈസൻസ് ലൈസൻസ് ഇല്ലാത്തവന് വണ്ടി ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാറിന് എല്ലാം വീക്ഷിക്കുന്നതാണ്. ഈ ഒരു നിമിഷത്തിൽ സൽമാൻ എന്താണ് പറയാനുള്ളത്? ഫ്രണ്ട് സെറ്റപ്പിൽ ഒരു ബൈക്ക് റൈഡ് യാത്ര അതൊരു വല്ലാത്തൊരു ഇതാണ്. ഒരു കറക്റ്റ് റൈഡർ സെറ്റപ്പിൽ വന്നിട്ടുള്ള നമ്മൾ ബാസിൽക്ക് പറയട്ടെ. ഇതുകൂടി ഇട്ടാലോ? അത് പൊളി. അതായത് നമ്മൾ ഒരു പക്ക റൈഡിങ് മൂഡിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇതാണ്ടോ ഫുൾ അടി മുതൽ കാണിച്ചു കൊടുത്താൽ ഷൂ മുതൽ തല കണ്ടിട്ട് അതായത് കണ്ടിട്ട് തന്നെ ചൂടെടുക്കുക ആൾക്കാർക്ക്. പക്ഷെ നമുക്ക് ചൂടെടുക്കണില്ല. കാരണം എന്താണ്? നമ്മൾ ഈ ഒരു ട്രാക്ക് കയറി നമുക്ക് ചൂടില്ലല്ലോ. അപ്പോൾ റൈഡ് മൂഡ് സൈക്കോ പുറത്താക്കണ 44 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. കണ്ണ് കാണാത്ത ചൂട്. ആ ചൂടത്ത് നമ്മളിത് അവിടെ പാറ്റൻ ടാങ്ക് പോലെ എന്തുകൊണ്ട് റൈഡിങ് മൂഡ് സേഫ്റ്റി നോക്കണം. പിന്നെ സൈക്കോ എന്ന് വെച്ചാൽ കാല് പോയാലും പ്രശ്നമില്ല എന്ന ലെവലിലേക്കാണ് ആ ഒരു മൈൻഡ് സെറ്റ്. അതെ, അരൻ്റെ മേലൊക്കെ ഉണ്ടായാൽ മതി, കാല് പോയാലും പ്രശ്നമില്ല ഒരു മൈൻഡ് സെറ്റിലേക്കാണ് സൈക്കോ ഒക്കെ വന്നിരിക്കുന്നത്. ഫുൾ ഓണില് ഹെൽമെറ്റ് ഒക്കെ ഇട്ട്. അവിടെ നമ്മളെ കോച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവിടെ മറ്റേ നമ്മൾ സൈൻ ചെയ്യണം. നമ്മൾ ഈ ഇത് ചാടൂലേ, ആകാശത്തും ചാടൂലേ, എന്തായാലും പറയാ സ്കൈ ഡൈവ്. സ്കൈ ഡൈവ് ചാടുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. ഇതിന് എന്ത് പറ്റില്ല നമ്മൾ ഉത്തരവാദികളെല്ലാം. അപ്പൊ ആ ഒപ്പാണ് ബാനാന് നമുക്ക് ആറാർക്കും വേണ്ടിയാണ് ഇട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ബാനാനെ ഓയ് ഒപ്പിട്ട് എടുക്കണോ? എന്തോ വെച്ചാലും കുഴപ്പമില്ല, ഒപ്പിട്ട് എടുക്കണോ? അതെന്താ വെച്ചാൽ നമ്മള് ഒപ്പിട്ട് എടുക്കണ്ടേ. വെൽക്കം മിസ്റ്റർ അസീബ്. അപ്പോൾ അസീബാണ് നമ്മളെ ഫുള്ള് വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിച്ചേരും കേട്ടോ. നമ്മളെ ഈ റൈഡിൻ്റെ ഫുൾ വിഷ്വൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഹസീബ് ത്രൂ നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ആക്കിയിട്ട് വരും. ചെല്ലി
ഇക്കൊക്കെ ഫുൾ ഓണ് ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പം നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാക്രോന്റെ കോസ്റ്റ്യൂമിൽ ഞാൻ അല്ല റൈഡ് സ്റ്റാർട്ട് ചെയ്യും. സോറി, മാക്രോന്റെ കോസ്റ്റ്യൂമിലാണ്. എൻ്റെ അനിയനെ കൊന്നവരെ ഞാൻ ചോര കൊണ്ട് കുളിപ്പിക്കും, മണ്ണ് കൊണ്ട് മൂടും, തീ കൊണ്ട് പൊതിയും. ഓ മാക്രോ. അപ്പൊ എല്ലാരും മൂഡിലാണ്. അതെന്താ ഇതെന്താ ഇവിടെ 2 സിബ്? ഇതൊക്കെ ഇതിന്റെ ഒരു മോഡലല്ലേ? റൈഡോ ചൂടെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് തുറക്കുക. കൂടുതൽ ഇവരൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ആരതായിട്ട് സെറ്റപ്പ് ആയത് മൊത്തത്തില് ഇഷ്ടപ്പെട്ട എനിക്ക് അല്ല അത്രേ ഉള്ളൂ. സൂപ്പർ ഫുൾ മൂഡ്. എടാ അപ്പൊ നമ്മളെ റൈഡേഴ്സ് ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. റൈഡർ അസുറു ഇതിന്റെ മേലെ എടുത്തില്ല. റൈഡേഴ്സ്. എടാ എൻ്റെ ഒരു ഹെൽമെറ്റ് എടുക്കാണ്ട്. നമ്മള് പാവം സുനി ക്ലാസിക്. അപ്പൊ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ സൗണ്ട് പൊളിയാ. പൃഥ്വിരാജ് ഫ്രം ചോക്ലേറ്റ്. അപ്പോൾ ഗായ്സ് നമ്മൾ വൈക്കടവ് മൗണ്ടൻ പാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങാനുള്ള പ്ലാനാണ്. പെരട്ട് വിളിക്കോ? വൈദ്യർ റെഡിയാക്കി തന്നു. ഉയൽ എങ്ങനെ ഉണ്ടായി? സീൻ ഉയല് 2 ഭാഗം ക്ലിയർ ചെയ്ത് തന്നു. അത് ഇന്നും കൂടി വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആകെ പിടുത്തം വിട്ടു പോയി. പണിയാവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് തന്നു വൈദ്യര്. നമ്മൾ പോവല്ലേ? പോവാണ്. അപ്പൊ റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ നമ്മള്. റൈഡേഴ്സ് ബോയ്സ്. അഫേജ് വണ്ടി എടുക്ക. ആടാ ഞമ്മക്ക് അങ്ങനെ ഇട്ട് പോവാൻ പറ്റൂല. അല്ല അങ്ങനെയല്ല, ഇപ്പൊ അത്യാവശ്യത്തിനായില്ലേ. പോലെ റൈഡേഴ്സ് ഓൺ ട്രാക്ക്. ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ഓണായിട്ടോ. ഇനി ഒറ്റ പോക്ക്. ഓ ഡ്യൂക്ക്. ഒരു പാട്ട് അടിക്കാം. ഓ ഗരില ഗ്ലാമറുള്ള ഗരില അപ്പൊ റൈഡ് ഓൺ തല്ലും തലച്ചോറും ബന്ധമില്ലാത്ത സൈക്കോ മെല്ലെ പോകണം കേട്ടോ. 60 മേലെ പോയാണ്ടല്ലോ. 60 കൂടുതലാണ്. അസുറോ ഇതാണ് കൂടുതൽ പ്രായപൂർത്തിയായ മുതിർന്ന ഒരാള്. എല്ലാരും നിയന്ത്രിക്കണം. വീഡിയോഗ്രാഫർ അനാൻഷ. മോഡൽ അഫി. അസീബിന്റെ ഒപ്പം കുറച്ചു നേരം നിന്ന് ഐഡിയകൾ ഫുള്ള് പഠിച്ചെടുത്ത് എന്നിട്ട് ഇപ്പൊ ഫുള്ള് ആനാൻ വീഡിയോ എടുക്കാം. അസർ വണ്ടി മാറിയോ? ആ സെറ്റാണ്. ഒരു പൃഥ്വിരാജിന്റെ ചെറിയൊരു കട്ടുണ്ട് സൈഡ് നോക്കുമ്പോ. ചോക്ലേറ്റ് പൃഥ്വിരാജ്. റൈഡേഴ്സ് ഓക്കെ ഇത് സ്ലോമോ ആയിട്ട് വരും കേട്ടോ. ഇനി റീലായിട്ട് വരും. ഒരു പൊട്ടൻ ഇങ്ങനെ ഒരു പൊട്ടൻ.
ഒരുപാട് അഡ്വഞ്ചറുകൾ നിറഞ്ഞ നമ്മുടെ ഈ യാത്ര. അപ്പോൾ മേപ്പാടി എത്തി, ഒക്കെ ഇവിടെ സൈഡായി, ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? ഒരേ ആംഗിളിൽ പിടിക്കട്ടാ, പെരടി വിളിക്കണ്, അതാണ് തിരിയാത്തത്. എല്ലാ ആംഗിളിലേക്കും തിരിയാൻ വയ്യ. എന്താ പറയും? അപ്പം യാത്ര വളരെ മനോഹരമായിരുന്നു. എന്റെ വലത് ഇടത് എന്തൊക്കെ നടന്നു ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നേരെ റോഡ് മാത്രം കണ്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. തിരിയാൻ പറ്റിയില്ല. വളരെ ഒരു വേറിട്ട എക്സ്പീരിയൻസ്. ആർക്കും ഇങ്ങനെ പറ്റാതിരിക്കട്ടെ. ആമി. അപ്പോൾ ഇതാണ് ഹനാൻഖാന്റെ എക്സ്പീരിയൻസ്. അർഷേ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ? എന്തൊക്കെ ഫീൽ ചെയ്യണേ? സൈക്കോന്റെ ഒപ്പം ബാക്ക് കയറി നല്ല ഫീലായി. പിന്നെ റോട്ടിൽ ഇറങ്ങുന്നില്ല. പിന്നെ അവിടെ റോട്ടിൽ ചാടി ഇറങ്ങി, എൻജിൻ സിസ്റ്റം ഓഫ് ആക്കിയിട്ട് സൈക്കോ 2 കൈ പിടിച്ചു ചാടി ഇറങ്ങി വണ്ടി വന്ന് കയറി. അപ്പൊ എന്താ വെച്ചാല് അർഷിക്ക് എന്താ വെച്ചാല് റൈഡിലെങ്കിലും കുഴപ്പമില്ല, ജീവൻ തിരിച്ചിട്ടില്ല മതി പറഞ്ഞിട്ട് അർഷി സൈക്കോന്റെ ഒപ്പം ഇറങ്ങിയാണ്ട് ഇന്റെ ഒപ്പം വന്ന് കയറി. അപ്പൊ എല്ലാവരും ചായ കുടിയിലാണ്. അഫിയ ഇതുവരെയുള്ള യാത്ര കിടിലൻ വൈബ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു വൈബ് ഒരു വേറെ വീട്ടിൽ തന്നെ തിരിച്ചു പോയിട്ട് വീണ്ടും ഒന്നുകൂടി ബൈക്കുമ്പോ പോരാനൊക്കെ പുതിയുണ്ടെന്ന് പറയണത്. അടിപൊളിയാ. സൽമാനോട് ചോദിച്ചോ എങ്ങനെയാണ് സൽമാനെ? മനസ്സിലല്ലോ പതുക്കെ പോയിന്. നിങ്ങളെ മുന്നിൽ കൊല്ലം ബാക്ക് പോലെ ഞാൻ കണ്ട്. പിന്നെ എന്താ പറയോ, ശ്രദ്ധിച്ചു പോവുക. അപ്പൊ സുഹൃത്തുക്കളെ ഹനാൻക കണ്ടോ ഇരിക്കണേ? ഇതാക്കണേ റൈഡർ കണ്ണാപ്പി, ഒറിജിനൽ റൈഡർ കണ്ണാപ്പി. അപ്പോൾ ഓരോരുത്തരും ഓരോ ബൈക്കാണ്. അതൊക്കെ ഇവിടെ നമ്മൾ മേപ്പാടി ടൗണിൽ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മളെ ഡെസ്റ്റിനേഷനക്ക് കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. നമ്മൾ വൈത്തിരി എത്താനായിക്കണ്. വൈത്തിരിക്ക് ഒരു 10 കിലോമീറ്റർ കൂടി ഇല്ല, 10 കിലോമീറ്റർ അല്ലേ. ഇനി നമ്മളവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാട്ടത്. ഉള്ളിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തരാം. ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഓണായിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമാണ് ഇവിടെ, അടിപൊളിയാണ്. ഒന്നും പറയാനില്ലാത്ത റിസോർട്ടാട്ടോ. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. ഹനാൻ്റെ ഒക്കെ വ്ളോഗ് വരും, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ചെക്കന്മാർ ഫുള്ള് ഓണായി, പാട്ട് പരിപാടികളൊക്കെ ആയിട്ട്. സൽമാനൊക്കെ അസറോ ജോയിൻ ചെയ്. മുട്ടുന്നോൻ പിന്നെ നെഞ്ചിൽ തട്ടുന്നോ. എന്തൊക്കെ കൊട്ടുക, എന്തൊക്കെ കാട്ടുക. അപ്പം നമ്മൾ അർഷി നമുക്ക് ഫിഷ് ചുടുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കണമെങ്കിൽ അർഷി തന്നെ വേണം, അല്ലാതെ ആരും ഉണ്ടായിട്ടും കാര്യമില്ല. നേരത്തിന് ഫുഡ് കിട്ടണമെങ്കിൽ ചെക്കൻ വേണം. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. നമ്മളെന്തും തിന്നു, നമ്മളിങ്ങോട്ട് കടിക്കാത്ത എല്ലാത്തിനും നമ്മൾ തിന്നു. ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിക്കണം, പക്ഷെ ക്യാമ്പ് ഫയർ ഒന്നും കൂടാതെ എല്ലാവരും എന്തായിട്ടാണ് ഉള്ളിൽ പോയി കുത്തിരിക്കാണ്.
ഏറ്റു കളി ക്യാമ്പ് ഫയർ ഇവിടെ കത്തിത്തീര. അഫിയെ ഈ ഒരു മീന് ചുടണിട്ട് എനിക്ക് എന്താ പറയാല്ലേ? മീനിന്റെ ചുടനേന്റെ മണം ഞാൻ അവിടുന്ന് നമ്മള് വണ്ടി ഇപ്പൊ പോയില്ലേ അവിടേക്ക് എത്തി മണം. അത് കേട്ടു വന്നു. കേട്ടല്ല മണത്ത് കേട്ട് വന്നു. മണം കേട്ട് വന്നു. മണം കേട്ട് വന്ന്. ആരില്ലാത്തോണ്ടേ ഞാൻ എന്താട്ടോ അതിലെങ്ങോട്ട് ഞാൻ തുറക്കും. ഇതിന് നല്ല ലെഗ് പീസ് ഉണ്ടായിരുന്നത് മേളിൽ തന്നെ. ചിക്കൻ ഉണ്ട് ഇതില്. ചിക്കനാണ് സുഹൃത്തുക്കളെ ഓലെല്ലാരും ഉള്ളിലാണ്. അപ്പൊ നമ്മളൊരു പീസ് എടുത്താലും ഓല അറിയില്ല. അല്ലേ ചൂടുണ്ടോ? ഹർഷിച്ച് ചുട്ടോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല അല്ല, മസാല കമ്പനി തരാം. ഈ സമയത്ത് ഭയങ്കര ടേസ്റ്റ്. ഇതിങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടേബിൾ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടാ പോവും. നീ കരിയും നോക്കണം. ഹർഷി അയക്കൊരു പീസ് ചാടിയടാ.